ഞാൻ വീട്ടിൽ പോവാ. ഭയങ്കര തലവേദന. നീ ഇവിടെ നോക്കിക്കോണേ. ശരി. ആ പൊട്ടനൊന്നും മനസ്സിലായില്ല. ആ ബെഡ്റൂം സീൻ കഴിഞ്ഞല്ലേ? ആ പൊട്ടനെല്ലാം മനസ്സിലായി. ഇന്ന് എന്തായിരുന്നു സീൻ? പറയാം. അങ്ങനെ അങ്ങ് പോയാലോ? പറ, ഇന്ന് എന്തായിരുന്നു സീൻ? ബെഡ്റൂം സീനോ കുളി സീനോ? ബലാത്സംഗ സീൻ. മിക്കവാറും ഇന്നത് വേണ്ടി വരും. ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ആര് പറഞ്ഞ എനിക്ക് വയസ്സായെന്ന്? മനസ്സിലിപ്പോഴും ഞാനൊരു മധുര 17കാരനാണ്. അറിയാം. ജോർജുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ റാണി മോളെ. നമ്മുടെ ജീപ്പ് മാറ്റി ഒരു മാരുതി കാർ വാങ്ങാം. എന്താ, ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ? നിന്നെ പോലുള്ള ഭാര്യമാരുടെ സ്ഥിരം പരിപാടിയായത് ഭർത്താക്കന്മാരുടെ ബലഹീനത്തെ മുതലെടുക്കുക. ഞാൻ അങ്ങനെ ഒരു ഭർത്താവല്ല. ഞാനൊരു കോന്തനല്ല. എന്റെ വികാരങ്ങളെ കടിഞ്ഞാണ് ഇടാൻ എനിക്കറിയാം. പോയി പണി നോക്ക്. മാരുതി മാങ്ങാത്തടി. എന്നോടായി അഭ്യാസം. മാരുതി എങ്കിൽ മാരുതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ജോർജൂട്ട? കാർ സെക്കൻഡ് ഹാൻഡ് പോരെ? പോരാ. പുതിയതിനൊക്കെ ഭയങ്കര വിലയാ. പോലെ പോലെ നീ ഇതെവിടാ? എത്ര പറഞ്ഞാലും. അച്ഛൻ ഇന്നലെ രാത്രി വന്നോ? ആ. ഇന്നലെ എന്താ രാത്രി വന്നേ? നീ മിണ്ടാതിരുന്ന് വേഗം കഴിച്ചിട്ട് വരുന്നോ? ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? അച്ഛൻ വല്ലപ്പോഴല്ലേ രാത്രി വരാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ ഇന്നലെ വരില്ലാന്ന് പറഞ്ഞിട്ട് എന്താ വന്നേ? ഞാനൊരു മാരുതി കാർ ബുക്ക് ചെയ്യാൻ വന്ന. നമ്മളൊരു മാരുതി കാർ വാങ്ങാൻ പോവാ. ആണ് വച്ചാ? ആണോ? ആണ്. നമുക്ക് മാരുതി കാർ വാങ്ങണ്ടച്ചാ, നമുക്ക് ഓടി വാങ്ങാം. എന്നതാ? ഓടി. അതൊരു കാറാ അച്ഛാ. നല്ല സ്റ്റൈലൻ കാറാ. മാരുതിയെക്കാളും വില കുറവാ? എന്റെ അച്ഛ 10-40 ലക്ഷം വിലയുള്ളൊരു കാറാ അത്. അയ്യോ, അതെന്താ സ്വർണ്ണത്തെ ഉണ്ടാക്കിയിരിക്കുന്നു? ഇതിനെ വല്ലപ്പോഴും പത്രം കൈകൊണ്ട് തുടണമെന്ന് പറയുന്നത്. പിന്നെ പത്രം വായിച്ച് ഈ ചാടിയെ കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് എന്താ ഗുണം? ചാടിയല്ലച്ചാ, ഓടി. നമുക്കെന്തായാലും ഗുണമില്ലല്ലോ. നമുക്ക് മാരുതി മതി. നമ്മൾ എന്താ അച്ഛാ കാറ് വാങ്ങുന്നേ? കഴിച്ചിട്ട് പോവാൻ നോക്കി. ഇന്നെന്താ കുളിക്കുന്നൊന്നുമില്ലേ? ഓ, ഇന്നൊരു ഉഷാറില്ല. അപ്പൊ ഇന്നെങ്ങനെ കമ്പോസ്റ്റ് കുഴി കുത്തും? ഇന്ന് അതിനുള്ള സ്റ്റാമിന ഇല്ല. എല്ലാ സ്റ്റാമിന ഇന്നലെ രാത്രി തീർന്നു. ഇന്നലെ രാത്രി ഒരുപാട് സൈക്കിൾ കിട്ടി. അങ്ങനെ എന്റെ സ്റ്റാമിന പോയത്. അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞ നേച്ചർ ക്ലബിന്റെ കാര്യം വേണ്ടാന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ, ഇത് കണ്ടോ? എന്തൊരു കഷ്ടവും നോക്കിയേ. എന്താ കാര്യം? നേച്ചർ ക്ലബിന്റെ ഒരു ക്യാമ്പ് തേക്കടിയിൽ അടുത്ത മാസം നടത്തുന്നുണ്ട്. കേരളത്തിലെ പല കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്ത്. അതിലൊന്ന് ഞാനാ. പിന്നെ നേച്ചർ ക്ലബിൽ പോയിട്ട് എന്ത് കിട്ടാനാ? ആ സമയത്ത് ഇവിടെ ഇരുന്ന് പുസ്തകത്തിലുള്ളത് എന്തേലും പഠിക്കും. അച്ഛാ, ഇത് കണ്ടോ? അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല യഥാർത്ഥ അറിവ്. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെ, കുഷ്ഠരോഗികളുടെ, കൂട്ടുകൊടുപ്പുകാരുടെ, നിരക്ഷരരുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുമ്പോൾ കിട്ടുന്ന പ്രായോഗിക അനുഭവങ്ങളാണ് യഥാർത്ഥ അറിവ്. നിന്നെ പോലെ 10ാം ക്ലാസ് തോറ്റ വിവരദോഷികൾക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അടിപൊളി അച്ഛാ. ശരി, സെൻസ് ഉള്ള നിങ്ങള് അവളെ ക്യാമ്പിന് വിട്ടോ.
അതിന്റെ ഫീസായിട്ട് 1800 രൂപയും കൂടെ കൊടുത്തേക്ക്. എത്ര? അച്ഛാ അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ദേ, മോളെ? ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. ശരി. ആ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം പൊയ്ക്കോ, സമയത്തിന് സ്കൂളിലെത്തണ്ടേ. ദേ, പിള്ളേരുടെ മുമ്പിൽ വെച്ച് അതുമാതിരി തമാശ പറയരുത്. അഞ്ജുവിനെല്ലാം മനസ്സിലാവുന്ന പ്രായമായി. ഏയ്, അവക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ആ പ്രായത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഓ, പറച്ചില് കേട്ടാ തോന്നും ഇപ്പൊ കൊറേ അറിയാന്ന്.